താഴ്ചയിൽ ലോറി ഉണ്ടെന്നും ബൂമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഇന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി നാളെ നേവി ആളുകളൊക്കെ വന്നിട്ട് റഡാറിൽ വണ്ടിയുടെ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വീഡിയോ ദൃശ്യങ്ങളൊക്കെ പലരും ന്യൂസ് മുഖേനൊക്കെ കണ്ടിട്ടുണ്ടാവും. വ്യക്തമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ നടന്നിട്ടുള്ള ഇന്നലെ കാണിച്ചതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഭയാനകരമായിട്ടുള്ള ഒരു എന്താ പറയുക സ്ഫോടനം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ 100% ഉറപ്പിക്കാവുന്ന, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ദൃശ്യം ഞാൻ കാണിച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കാലം ഇന്ന് നിർത്തിവെച്ചിട്ട് നാളെ ഇനിയും തുടരും. എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. ലോറി കണ്ടെത്തി, റഡാർ സിഗ്നൽ, സൈന്യത്തിൻ്റെ റഡാർ സിഗ്നലിലൊക്കെ ലോറി പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോറി കിട്ടി. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ത് സംഭവിച്ചിട്ട് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഏകദേശം നമുക്കിത് കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ, ദൃക്സാക്ഷികൾ ആരും ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത്രത്തോളം ഭയാനകരമായിരുന്നു ഈ സംഭവം. കാരണം അത് 25 സെക്കൻഡിൻ്റെ ഉള്ളിൽ എല്ലാം തീർന്നിട്ടുണ്ട്. ബാക്കി വിഷ്വൽസ് ഒന്ന് കാണാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട. ഉള്ളച്ചുമാനുമാണ് ശിരൂരിൽ നിന്നത്. ഈ അമ്മൂമ്മന്റെ വീടാണ് ഇത്. ഹിന്ദി നീ ഏട്ടാനെ കന്നഡ. ഇവരെ വീടാണ് ഈ കാണുന്നത്. ഇതിന്റെ അവസ്ഥ ഇതിനൊക്കെ ലൈനൊക്കെ പോണുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇത്രയും ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പുറത്ത് പറയാൻ നമുക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല. എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാണ് കാരണം അത്രയും, അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 50 മീറ്റർ, അതായത് ഏകദേശം 100 മീറ്ററോളം പുഴയിൽ നിന്നും ഇങ്ങോട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഏകദേശം 10 മീറ്റർ ഹൈറ്റിൽ, അത്രയും ഉയരത്തിൽ പുഴയിൽ നിന്ന്, ആ പുഴ അന്ന് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പാനി പാനി ഇതൊക്കെ മേമേ നിങ്ങൾ കേൾക്കണം, മനസ്സിലാവണ്ടേ? ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കാവുന്നതിന് അപ്പുറമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. സിലിണ്ടർ ഗാഡി ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು ಎರಡು ಪಾನಿಯಲ್ಲಿ ಬ್ಲಾಸ್ಟ್ ಆಯ್ತು. അങ്ങനെ പാനി ആയിട്ടു. അതെ അതെ, അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗവും ആ സമയത്തുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ ദൃക്സാക്ഷികൾ പറയണത് എന്താ വെച്ചാല്, പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് നീരു അത്ര ഹൈറ്റിൽ വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലിയില് ഒലിച്ചു പോയി. അതെ അതെ അതെ, എനിക്കൊരു ലെവലേശം ഞാൻ പറഞ്ഞല്ലോ കന്നഡ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ആ പുഴക്ക് ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ഭിത്തി കെട്ടിയിട്ടുള്ളത്. ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഇന്ന് കാണിക്കുന്ന വീഡിയോയിലും കാണിക്കുന്നതിന് കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ, ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ വയലിലൂടെ ഒക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ പറയുന്ന പലരും കമൻറ്റ് മുഖേന അറിയിക്കുന്ന കാര്യമുണ്ട്. അത് ആ മണ്ണിടിച്ചിൽ കാരണം മണ്ണിറങ്ങുമ്പോൾ പുഴയിലേക്ക് വെള്ളം തെറിച്ചു എന്ന്. ആ ഒരു വെള്ളം അത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഓലക്ക് സംഭവിച്ച മാറ്റങ്ങൾ. അവിടെ ഒരു പുകപടലുണ്ടായിട്ടുണ്ട്, ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. അതുപോലെ തന്നെ ആ വീട്, 2 വീടും നാമാവിശേഷമായി. बस एक गेम जीतकर आपको मिल सकती है एसयूवी कार, बाइक या इनमें से कोई भी प्राइज। तो अभी जाइए खेलिए रमी सर्कल पर. ഈ കല്ലുകൾ തെറിച്ചിട്ടാണ് ഇതിന്റെ ഈ തെങ്ങിന്റെ അടിയിൽ കാണാൻ പറ്റുന്ന പാടുകൾ കാണുന്നുണ്ടാവും നിങ്ങൾ. അത്രയും ഫോഴ്സിൽ വന്ന് അടിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ മരം ഇവിടെ ഉള്ള മരങ്ങളല്ല, ദൃക്സാക്ഷികൾ പറയുന്നത് ആ മലമുകളിലുള്ള മരമാണ് ഇങ്ങോട്ട് തെറിച്ച് വന്നത്. ഈ തെങ്ങിന്റെ ഒക്കെ താഴത്തായിട്ട് കാണുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ.
അതുപോലെ ഈ ഒരു വീട്ടിലുണ്ടായിരുന്ന പിന്നെ സ്ത്രീ അത്രയും ദൂരത്തേക്ക് അത്രയും വെള്ളം വന്നിട്ട് ഒലിച്ചു പോയേക്കാണ്. പുഴയിൽ നിന്നാണ് അവർ ബോഡി കിട്ടിയത്. അതുപോലെ ഈ തെങ്ങിൻ്റെയൊക്കെ സൈഡൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളത്. ഒരിക്കലും ഒരു നോർമലി വെള്ളം കയറി വന്നേക്കല്ല. അത് മാത്രമല്ല, ഈ വീടിന്റെ മുകളിലേക്ക് ഏകദേശം 5-6 മീറ്റർ ഉയരത്തിലേക്ക് വീണ്ടും വെള്ളം വന്നിട്ടുണ്ട്. ഇതിന്റെ തറ മാത്രം, ചുമരുകളൊന്നും പിന്നെ മേൽക്കൂരകളൊന്നും ബാക്കി വെക്കാത്ത രീതിയിലാണ്, അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുള്ളത്. സാക്ഷികൾ പറയുന്നത് അവിടെ സ്ത്രീ പറഞ്ഞത് ഒരു സ്ഫോടനം സംഭവിക്കുന്നു, എന്നിട്ട് ഏകദേശം ആ ഒരു 25 സെക്കൻഡിന്റെ ഉള്ളിൽ എല്ലാം തീരുന്നു, പുഴയിൽ വെള്ളം ഇല്ലാതെയാകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഗ്യാസ് സിലിണ്ടർ വെള്ളത്തിൽ നിന്ന് ലീക്കാവുന്നു. 33 kV ലൈനാണ് ആ പുഴയിലേക്ക് വീണിട്ടുള്ളത്. ആ വീണ സമയത്ത് സ്ഫോടനം സംഭവിച്ചു. ഈ മലകളൊക്കെ കാണിക്കാൻ ഇതിന്റെ മുകളിലേക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ മണ്ണ് ഇടിച്ചതിന്റെ മുകളിലേക്കാണ് വെള്ളം കയറി വന്നിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഞാൻ കുറച്ച് കല്ലുകളൊക്കെ കാണിക്കാം. ഈ കല്ലുകളൊക്കെ പുഴയുടെ സൈഡിലെ ഭിത്തിയിലുള്ള കല്ലുകളാണ് തെറിച്ച് വന്നിട്ടുള്ളത്. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഔദ്യോഗികമായിട്ട് ആരും ഇന്ന് പുറത്ത് വിട്ടിട്ടില്ല. ഞാനും പിന്നെ അത് വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിങ്ങനെ ഇത്രത്തോളം പറയുന്നത്. കാരണം അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്നാവുമെന്ന് അറിയില്ല. എങ്കിലും കൂടിയിട്ട് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കാണിക്കുകയാണ്. പിന്നെ നമ്മളെ ലോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ലോറി എല്ലാവരും നിഗമനം പോലെ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു. വാഹനം അവിടെ താഴെ ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഇന്നവിടെ കണ്ടെത്തി, അവിടെ ഉണ്ട് എന്ന് അവർ അനുമാനിക്കണ്. ഇനി നാളെ വീണ്ടും തെരച്ചിൽ തുടരും. അതുപോലെ തന്നെ ആ ഒരു മരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ കടപുഴകി വന്ന മരങ്ങളാണ്. കടപുഴകി എന്ന് പറഞ്ഞാല് ഇതിന്റെ മുകളിലേക്കൊക്കെ കല്ല് തെറിച്ചിട്ട് ആ മരത്തിന്റെ മുകളിലൊക്കെ പാടുകൾ കാണുന്നുണ്ട്. നോർമലി ഒരു പുഴയിൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായത് കൊണ്ട് അത്രത്തോളം വെള്ളം. പിന്നെ ഇവിടെ ഈ ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ട്. ആ ലൈനിന്റെ ബാക്കിയാണ് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ലൈന് വീണിട്ട് കാണുന്നത്. അവിടെ നിന്ന് ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിന്റെ മിഡിലായിട്ട് വരുന്നത്. നല്ല കാലാവസ്ഥ പ്രതികൂലമാണ്, നല്ല കാറ്റും മഴയാണ്. മീഡിയാസുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോൺക്രീറ്റ് ഭിത്തിയാണ്. ആ അഴുക്കുചാലിന് കുറുകെയായിട്ടുണ്ടായിട്ടുള്ള ഒരു ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് പോയേക്കാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇവിടെ ആ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് ആ വെള്ളത്തിൽ ഒലിച്ച് വന്നിട്ടാണ് പിന്നെ പുഴയിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 25 മീറ്റർ വീതി ഉണ്ടാവും ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ കല്ലുകൾ അപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള വീടിന്റെ കല്ലുകളും അതിന്റെ കോൺക്രീറ്റ് ഭിത്തികളൊക്കെയാണ് ഇത്രത്തോളം ഒലിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം ഭയാനകരമായിരിക്കും ആ സമയത്ത് നടന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു വീഡിയോ ഇന്നലെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ഫോടനം നടക്കുന്നതും ആ സ്ഫോടനത്തിൽ പിന്നെ പുകപടലുകൾ ഉണ്ടാവുന്ന ഒരു ഭയാനകരമായിട്ടുള്ള ദൃശ്യം. കോൺക്രീറ്റ് ഭിത്തികളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോയേക്കാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്ന ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. അത്